നമുക്കിപ്പോൾ എക്സാമൊക്കെ അടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് മെയിൻ ആയിട്ടുള്ളൊരു കൺസേൺ ആണ് ആദ്യം പഠിച്ച ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകുന്നു. ഈ മറന്നു പോകുന്ന ഒരു ടെൻഷനിൽ ഇനി എക്സാം കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യണോ, എക്സാം എഴുതണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് പല സ്റ്റുഡൻസും ഉള്ളത്. ഒരു JRF ഹോൾഡർ എന്നുള്ള രീതിയിൽ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? എനിക്കിതുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അറബിക്കിലാണ്. അറബിക്കിൽ 2000-3000 കുട്ടികൾ എക്സാം എഴുതാറുള്ളത്. ഈ എല്ലാ കുട്ടികൾക്കും മറവിയുണ്ട്. മറവി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ളൊരു പ്രശ്നമാണ് മറവി എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ പരീക്ഷ എഴുതാതിരിക്കുക എന്ന് പറയുന്നത് തീർത്തും ഇല്ലോജിക്കലാണ്. രണ്ടാമതായിട്ടുള്ളൊരു കാര്യം, പരീക്ഷയിൽ നമ്മൾ റിപ്പീറ്റേഷൻ കൊണ്ടാണ് എന്താകുന്നത്, മറവിയെ മറികടക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വായിക്കുക, നിരന്തരം വായിക്കുക, വീണ്ടും ആവർത്തിച്ച് വായിക്കുക. അങ്ങനെ റിവിഷനുകളിലൂടെയാണ് നന്നായി സ്കോർ ചെയ്യുന്ന ആളുകളൊക്കെ അവർ വിജയം നേടിയിട്ടുള്ളത്. അപ്പോൾ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് മറവിയെ മറികടക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ്. മൂന്നാമതായിട്ട്, നമ്മൾ ശൂന്യതയിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം എനിക്കറിയില്ലല്ലോ എന്നൊരു പ്രശ്നം ഉണ്ടാവാം. പക്ഷേ നമുക്ക് പരീക്ഷയിൽ 4 ഓപ്ഷനുകളുണ്ട്. ഈ 4 ഓപ്ഷനുകളിൽ നിന്നാണ് നമ്മൾ ഉത്തരത്തെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ഓർമ്മയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും. പക്ഷേ ശൂന്യതയിൽ നിന്ന് ആലോചിക്കുമ്പോൾ എനിക്കറിയില്ലല്ലോ എന്നൊരു ഭീതി ആസ്ഥാനത്താണ് പരീക്ഷയ്ക്ക് നന്നായി ഒരുങ്ങുക എന്നുള്ളതാണ് പറയുന്നത്.